അപ്പോൾ ക്ലീനിങ് വീഡിയോന്റെ ബാക്കിയാണ് കേട്ടോ. അത് ഞാൻ ഹോള് വരെ വൃത്തിയാക്കിയതിന് ശേഷം നേരെ നമ്മൾ യൂസ് ചെയ്യണ ബെഡ്റൂമിലേക്ക് കേട്ടോ പിന്നെ ക്ലീൻ ചെയ്യാൻ വന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒറ്റ ദിവസം കൊണ്ടാണ് ഞാൻ മൊത്തം ക്ലീൻ ആക്കി എടുത്തേക്കണത്. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒക്കെ പാർട്ടായിട്ട് ഇടാൻ പറ്റുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ടൈം ഡ്യൂറേഷൻ കുറവാണല്ലോ. എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്നറിയോ, വിൻഷേട്ടൻ പോണേക്കാൻ മുന്നേ ഫാനൊന്നും തുടപ്പിച്ചില്ല. അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കൊക്കെ വിൻഷേട്ടനെ കൂടെ ഞാൻ തുടപ്പിക്കാറുണ്ട്. ഇന്ന് ഞാൻ മറന്നു കൂട്ടാ. അതുകൊണ്ട് തന്നെ ഫാനൊക്കെ ഞാൻ തന്നെ തുടക്കേണ്ടി വന്നു. ഈ റൂമിലെ ഫാൻ എനിക്ക് എത്തില്ല കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയല്ല തുടച്ചത്. പിന്നെ അതേ എല്ലായിടത്തും പൊടിയും കരടും ഒക്കെ തുടച്ചെടുക്കുക തന്നെയായിട്ട് ചെയ്യണത്. കഴിഞ്ഞ വർഷം മലയ്ക്ക് പോണ എന്റെ നോമ്പിൽ ഇതുപോലെ ക്ലീൻ ചെയ്യുമ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ. അതെനിക്ക് പരിചയമില്ലല്ലോ, ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്തിട്ട് അതിന്റെ ഒരു ഇതിൽ അമ്മ ഹെൽപ്പ് ചെയ്യാൻ വന്നായിരുന്നു. അതുകൊണ്ട് തന്നെ തിരുമ്പുള്ളതും കാര്യങ്ങളൊക്കെ അമ്മയായിട്ട് ചെയ്തത്. ഇതുപോലെയുള്ള മാറാല തട്ടലും വൃത്തിയാക്കലൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. ഈ ചവിട്ടി കഴുകുക അങ്ങനത്തെ മുക്കിത്താത്തന്ന പരിപാടിയൊക്കെ അമ്മയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇക്കൊല്ലാതെ അമ്മയ്ക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടായിട്ട് അമ്മ വരാത്തത്. അപ്പൊ പിന്നെ ഞാനും നിർബന്ധിക്കാൻ നിന്നില്ല കേട്ടോ. ഞാനും വിചാരിച്ചു നമ്മളും ഒറ്റയ്ക്ക് ചെയ്യണതല്ലേ എപ്പോഴും അല്ലാതും നല്ലത്. ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ആ ഒരാളെ നമ്മളിങ്ങനെ കാത്ത് നിൽക്കേണ്ടി വരും. പിന്നെ അമ്മയും പറഞ്ഞു ചെയ്ത് നോക്ക്, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്ത് തന്നിട്ട് കണ്ടൊരു പരിചയമില്ല, അങ്ങനെ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തന്നെ എല്ലാതും അങ്ങോട്ട് റെഡിയാക്കി എടുക്കട്ടെ ചെയ്തത്. ഇനിയിപ്പോൾ ഈ വർഷം തന്നെ എല്ലാം ചെയ്തുകൊണ്ട് തന്നെ അടുത്ത വർഷം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആയില്ലോ. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം തീർക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടാ. എന്തോ ഭാഗ്യം, ഒറ്റ ദിവസം കൊണ്ടേക്ക് എല്ലാം തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇത് ഈ കർട്ടനും കാര്യങ്ങളൊക്കെ നമുക്ക് കഴുകണം കേട്ടോ. അതുകൊണ്ട് ഞാൻ അതൊക്കെ സോപ്പ് പൊടിയിൽ മുക്കി വെച്ചു. കർട്ടനും ചവിട്ടിയും മാത്രമായിട്ടാണ് ഞാൻ കല്ലുമ്മ കഴുകിയത്. ബാക്കി ഞാൻ പറഞ്ഞല്ലോ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാട്ട ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ വീടിന്റെ അകത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തിട്ട് പരിചയമുണ്ടായി. ഇനി ഞാൻ വേറെ ആരെയും ഹെൽപ്പ് ചെയ്യാൻ വിളിക്കാറില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ തുണി മുക്കി താത്തന്നെ താഴ്ന്നോട്ടെ എനിക്കറിയാത്തത്. ഇപ്പൊ അതും ശീലമായി. അങ്ങനെ ഒരുവിധം വീട്ടിലെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തു കേട്ടോ ഈ ഒരു വർഷം കൊണ്ട് ഞാൻ. പിന്നെ ഇത് നമ്മുടെ ഓപ്പൺ കിച്ചണിന്റെ അവിടെ ഞാൻ മണി പ്ലാന്റ് കുറച്ച് മറ്റെന്താ ബബിൾസ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിലെ വെള്ളമൊക്കെ കളഞ്ഞ് കഴുകി അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ അതേ കിച്ചൺ നമ്മുടെ യൂസ് ചെയ്യാത്ത കിച്ചണായിട്ടത്. അതുകൊണ്ട് തന്നെ കുറേ കരടൊന്നുമില്ല. ഇങ്ങനെ ഒക്കെ തുടച്ച് ഒന്ന് പൊടി തട്ടി എടുക്കണേൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഫ്രിഡ്ജ് പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇപ്പം അടുത്തന്നെ 2-3 ദിവസം മുന്നേ ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഉൾഭാഗം വലിയ കാര്യമായിട്ട് ക്ലീൻ ആക്കാണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതിങ്ങനെ ജനലും കാര്യങ്ങളും ഇതുപോലെ സിങ്ക് ഇവിടെയൊക്കെയാണ് കേട്ടോ ഒന്ന് കഴുകാണ്ടായിരുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ കമന്റിൽ കുറച്ച് പേര് തേജുവിനെ പറഞ്ഞയക്കണില്ലേ ചോദിച്ചു. അപ്പോൾ തേജുവിന് ഇപ്പം എന്തായാലും പറഞ്ഞയക്കണില്ല കേട്ടോ. കുറച്ചും കൂടി ഒരു 2-3 വർഷം കൂടി കഴിഞ്ഞിട്ട് നോക്കാച്ചിട്ടാണ് അവൻ. പിന്നെ നമ്മൾ നേർച്ചയോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ പിന്നെ ധൃതി പിടിച്ചതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടെ. എന്നാലും 2-3 വർഷം കഴിഞ്ഞാൽ പോണ്ടാവും. കുട്ടിക്ക് പോകാൻ ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ കിച്ചണിലെ കബോർഡിന്റെ ഉള്ളിൽ എപ്പോഴും വരുന്നതായിട്ട് ഒരു കറുത്ത പൊടി. അത് ഇതുപോലെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളോട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ കറുത്ത പൊടി വീണ് കാണാം. അത് ഞാൻ പിന്നെ ഇങ്ങനെ അടിച്ചോരി എടുക്കും. പിന്നെ തേജുവിന്റെ പാപ്പുപാത്രം വെക്കണ ഷെൽഫാട്ടോ ഒന്ന് ക്ലീൻ ആക്കാൻ ഉണ്ടാവുക. ഇനി നമുക്ക് യൂസ് ചെയ്യണ കിച്ചണും പിന്നെ അല്ലറ ചില്ലറ കഴുകാനൊക്കെ ആയിട്ടുള്ളത്. അതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ ഇടാവേ. അതോടുകൂടി ക്ലീനിങ് വീഡിയോ കഴിയൂട്ടോ. അപ്പൊ ബൈ.